ബൾബ് വെച്ച് നമുക്കിന്നൊരു കിടിലൻ ഐറ്റം ചെയ്തെടുത്താലോ? പിന്നീട് നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡ് റോളിന്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസിൽ നിന്നും റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കണം. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് ആണ് കൊടുത്തെടുക്കുന്നത്. ഇതിന്റെ താഴെ വരുന്ന ഭാഗത്ത് നമ്മൾ ബ്ലൂ കളർ പെയിന്റ് ഇതുപോലെ കൊടുത്തെടുക്കുകയാണ്. താഴെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതിൽ നമ്മൾ ബ്രൗൺ കളർ പെയിന്റ് കൊടുത്തെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കളർ പേപ്പർ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ആ മടക്കിലൂടെ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഓരോ പീസും വെച്ച് ഫ്ലവർ ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും വെച്ച് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കേണ്ടത്. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണിത്. ഇതിനിടയിലൂടെ എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കുറെ പൂക്കൾ നമ്മളിവിടെ ചെയ്തെടുത്തു. പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്. ഇതിൽ നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് ഇലയുടെ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളാണ് ഇതിലേക്ക് ആദ്യം ഒട്ടിച്ചെടുക്കേണ്ടത്. പൂക്കളുടെ താഴെയുള്ള ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിൽ മുഴുവനായും ഇതുപോലെ പൂക്കൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഓരോ ഇലകളും ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇലകളെല്ലാം അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ ആയിട്ട് ഈ ലൈസ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിന്റെ താഴെ നമ്മൾ ഒരു തവണ കൂടെ ലേസ് ഒട്ടിച്ചു കൊടുത്തു. ഏറ്റവും താഴെ നമ്മൾ ഫ്ലവർ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഒന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ തെർമോകോൾ ബാൾസും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെവിക്കോൾ വെച്ചാണ് നമ്മൾ ഓരോ തെർമോകോൾ ബാൾസും അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ തെർമോകോൾ ബാൾസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പാഴ്വസ്തുക്കളെല്ലാം വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ.